ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ കറി വെച്ച് കഴിഞ്ഞാൽ കറുത്തു പോകുന്നത് എന്തുകൊണ്ടാ, എങ്ങനെയാണ് കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞുതരാം. ഞാൻ പുതിയൊരു അപ്പച്ചട്ടി മേടിച്ചിട്ടുണ്ട്, ഇൻഡസ് വാലിയുടെ ആണ് കേട്ടോ. അപ്പൊ ഇത് കാസ്റ്റ് അയണിന്റെ ആണ്. ഇതിന്റെ കൂടെ ഒരു ലിഡും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ ഡിഷ് വാഷും സ്ക്രബർ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം വെള്ളം ഒന്ന് തുടച്ച് കളഞ്ഞ ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കുക. ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് സവാള ഇതുപോലെ നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ട് അത് നമുക്ക് കളയാം. ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഓയിൽ എത്തുന്ന രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു തുണി വെച്ച് നന്നായി തുടച്ച ശേഷം നമുക്ക് ഇതുപോലെ അപ്പം ചുട്ടെടുക്കാം. പ്രീ സീസൺഡ് കാസ്റ്റ് അയൺ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ കാസ്റ്റ് അയണിൽ കറികളൊക്കെ വെക്കുന്ന സമയത്ത് ആ ഫുഡിന്റെ ഒരു അസിഡിറ്റി കാരണം കുറച്ച് അയണൊക്കെ ആ പാത്രത്തിൽ നിന്ന് ലീക്ക് ചെയ്ത് നമ്മുടെ ഫുഡിനകത്തേക്ക് വരും. അതാണ് കറികൾക്കൊക്കെ ചെറിയൊരു കറുപ്പ് നിറം വരാൻ കാരണം. അപ്പൊ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റി വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വാഷ് ചെയ്ത് അന്നേരം തന്നെ വെള്ളം തുടച്ച് കളയണം. അതിനുശേഷം ചട്ടി ഒന്ന് ചൂടാക്കി ഇതുപോലെ ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് തൂവി കൊടുത്ത ശേഷം മോയ്സ്ചർ ഒന്നും ഇല്ലാത്തൊരു ഭാഗത്ത് നമ്മളിത് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നവരാണ്, ഇതിനൊന്നും സമയമില്ല, അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് ട്രിപ്പിൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ. ഇതാകുമ്പോൾ നല്ല തിക്നെസ്സും നല്ല വെയിറ്റും ഉള്ളതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക് പാത്രങ്ങൾ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പൊ ഇതും ഞാൻ ഇൻഡസ് വാലിയുടെ വെബ്സൈറ്റിൽ തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. ജാസ്മിൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഒരു എക്സ്ട്രാ 12% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ്.